ഈ ഇപ്പൊ നമ്മൾ ഈ അടുത്തിടയ്ക്ക് മൾട്ടിപ്ലക്സിൽ PVR സിനിമ കാണാൻ പോയായിരുന്നു. പക്ഷെ നിങ്ങളുടെയൊക്കെ ആ ഒരു ടൈമില് ചെറുപ്പത്തിൽ ഓബ്ജക്റ്റിന്റെ ഒക്കെ പ്രായത്തിലൊപ്പം സിനിമ ഒക്കെ കാണാൻ സിനിമ കൊട്ടക പോവായിരുന്നു. അപ്പൊ ആ ടൈമിലൊക്കെയുള്ള ഒരു എങ്ങനെയായിരുന്നു തിയേറ്ററിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്? അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഹാള് പോലെ ഒരു തിയേറ്റർ, സ്ക്രീനും കാര്യമൊക്കെ, ഏറ്റവും ഫ്രണ്ടി ബെഞ്ച്, അതിൻ്റെ തൊട്ടുപുറകിൽ സെക്കൻഡ് ക്ലാസ്, അതിൻ്റെ തൊട്ടുപുറകിൽ ഫസ്റ്റ് ക്ലാസ്, അതിൻ്റെ തൊട്ടുപുറകിൽ റിസർവേഡ്, ഇങ്ങനെയാണ് പോകുന്നത്. ഈ സെക്കൻഡ് ക്ലാസ്സിലെ കസേരയും ഫസ്റ്റ് ക്ലാസ്സിലെ കസേരയും കൈവരി കാണത്തില്ല, തടിക്കസേരയുടെ. ഈ റിസർവേഡിന് കൈവരി ഉണ്ടെന്നേ ഉള്ളൂ. അതാണ്. അപ്പൊ ഇതിന് 4-നും 4 റൈറ്റുമാണ്. പിന്നെ പടം 4 റീലായിട്ടേ കാണിക്കുന്നു, ഇന്നത്തെ പോലെ അല്ല. ഒരു റീല് കഴിഞ്ഞ് രണ്ടാമത്തെ റീല്, അപ്പൊ രണ്ടാമത്തെ റീല് തീരുപ്പാണ് ഇന്റർവെല്. പിന്നെ 3, 4 അങ്ങനെ. ഇന്നിപ്പം അങ്ങനല്ല, ഒരു ഇന്റർവെല് കഴിഞ്ഞ് അടുത്ത വന്ന് പടം തീരുവല്ലേ. അന്ന് അതല്ല, ഇന്ന് ഡിജിറ്റലാണ്. അന്ന് ഫിലിം ഇങ്ങനെ ചുറ്റിയിട്ട് അല്ല, നമ്മൾക്ക് ഈ തിയേറ്ററിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഈ റിസർവേറിന്റെ മേളിലൊരു മുറിയുണ്ട്, അവിടെ പ്രൊജക്റ്റും കാര്യം. അപ്പൊ അവിടെ നിന്ന് ആ ചേട്ടൻ ഇത് ചുറ്റുന്നൊക്കെ നമുക്ക് പുറത്ത് നിന്ന് കാണാം. ടിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ചുറ്റി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടല്ലേ പടം തുടങ്ങാൻ പറ്റുമോ. പരസ്യമൊക്കെ സ്ലൈഡ് ഇട്ട് കാണിക്കുക, അതിലാണ് നോക്കി നിന്ന് ടിക്കറ്റ് കൊടുക്കാനുള്ള ബെല്ലടിക്കുമ്പോൾ ഓടിക്കയറി നമ്മുടെ അന്നത്തെ നിവൃത്തി അനുസരിച്ച് ബെഞ്ചിൽ കയറിയായിരുന്നു. സെക്കൻഡ് ക്ലാസ്സോ ഫസ്റ്റ് ക്ലാസ്സോ എടുത്ത് തിയേറ്ററിൽ കയറി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവര് തിയേറ്ററിൽ കയറി തിയേറ്റർ ഒരുമാതിരി ഫില്ലാകാതെ പടം തുടങ്ങത്തില്ല. ചിലര് പോയി വിളിയും അതുമൊക്കെ കാണും. ഇപ്പോഴത്തെ തിയേറ്റർ പോലെ കപ്പലണ്ടി തോടാ ഉണ്ട്, ഇതിനിടയിൽ കൂടെ വരും. മനസ്സിലായി? അപ്പൊ നമ്മളിങ്ങനെ ശാന്തരായിട്ട് സ്ക്രീനിൽ പടം തുടങ്ങാനായിട്ട് ആദ്യം ടൈറ്റിലൊക്കെ ഒന്ന് എഴുതി കാണിക്കും. അപ്പൊ നടന്മാർ പ്രേം നസീർ, ഷീല, അവരൊക്കെ വലിയ ഇഷ്ടമാണ്. സത്യൻ, പ്രേം നസീർ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ പടം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒന്നാമത്തെ കാര്യം ഒരുമാതിരി നല്ല പടമാണ്. പിന്നെ പ്രേം നസീറിന്റെ പടത്തിലൊക്കെ ഒരു മരം ചുറ്റി പ്രേമവും പുള്ളിയുടെ ഒരു പ്രത്യേക ആക്റ്റാണല്ലോ. പക്ഷെ എന്ന് വെച്ചാലും ഇന്നത്തെ പാട്ടിനേക്കാൾ ഇരട്ടി അർത്ഥവും ജനഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളുമായിരിക്കും, തങ്ങി നിൽക്കുന്ന പാട്ടുകളായിരിക്കും അന്നൊക്കെ ഉള്ളത്. പിന്നെ സ്ത്രീകളെ വർണ്ണിക്കുന്നൊക്കെ നല്ല ഭംഗിയായ രീതിയിലുള്ള വർണ്ണ, ഇന്നത്തെ പോലത്തെ മനസ്സിലായി. ഞാൻ തമിഴ്നാട്ടിൽ ചില ലോക്കൽ തിയേറ്ററുകളൊക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തിയേറ്ററിന്റെ അകത്തിരുന്നിട്ട് ആൾക്കാർ വീഡിയോ നിൽക്കുന്നുണ്ട്. അതായത് ഈ ചെറിയ രീതിയിലെ സെറ്റപ്പുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള തിയേറ്ററുകൾ. അപ്പൊ പണ്ട് കേരളത്തിൽ അതുപോലെ തന്നെയായിരുന്നു, തിയേറ്ററിന്റെ അകത്ത് വീഡിയോ വലി അങ്ങനെ സിഗരറ്റ് വലിയും വീഡിയോ വലിയൊക്കെ ഉണ്ട്. അപ്പം ഇത് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ, അതായത് വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യമായിട്ടൊന്നും പോകാൻ പറ്റാത്തൊരു പ്രായമുണ്ട്. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം ഒരു 10-17 വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പം കോട്ടയത്തെ വലിയ തിയേറ്ററുകളിൽ, എറണാകുളം ഷേണായി, മൈമൂൺ, അങ്ങനെയൊക്കെയുള്ള തിയേറ്ററുകളിലൊക്കെ പോയി പടങ്ങൾ കാണുന്ന ഒരു സ്വഭാവം. അന്ന് ഈ മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷിലും കയറി പിടിക്കുമായിരുന്നു. അന്ന് ഇംഗ്ലീഷിന്റെ ശരിക്കുള്ള അർത്ഥങ്ങൾ മനസ്സിലായില്ലേലും പടം കാണാൻ നല്ല താല്പര്യം, അതിലെ ആക്ടിങ്ങും ഒക്കെ വളരെ ഇഷ്ടമായോണ്ട് കാണും. വാപ്പിച്ചിന്റെ സ്കൂളിൽ നിന്ന് വാജിന്റെ ഒരു സുഹൃത്ത് എന്നിട്ട് വാജിന്റെ സുഹൃത്ത് പുകവലിക്കാൻ വേണ്ടി തീപ്പെട്ടി ഉപയോഗിച്ചത് ഫ്രണ്ട് ഇരുന്നപ്പോ സുഹൃത്തിന്റെ അച്ഛനെയാണ് കണ്ടത്. വാപ്പിച്ച് പറഞ്ഞ സുഹൃത്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുങ്ങിയ ഞങ്ങളെ ഇങ്ങനെ പടം കാണാൻ പോയി. അപ്പൊ അന്ന് ഞാന് കാസിനപ്പം ഒന്നും വലിക്കുന്നത്, സുഹൃത്തിന്റെ പേര് പറയുന്നില്ല, ബാക്കി 2 പുള്ളികള് കൂടെ ഉള്ളത് വലിക്കുന്നവർ. അപ്പൊ അന്നൊക്കെ ഈ തിയേറ്ററിൽ ഇരുന്ന് വലിച്ചാലും പുകവലി പാടില്ലാതെ എഴുതി കാണിക്കും, അവന്മാരൊക്കെ വലിക്കും. അപ്പൊ ഈ വിദ്വാൻ സിഗരറ്റൊക്കെ എടുത്ത് വായി വെച്ചിട്ട്
തീപ്പെട്ടിയില്ലല്ലോ. ഫ്രണ്ടിൽ രണ്ടുപേരിരിക്കുന്നുണ്ട്, അവരെ നോണ്ടുവാ. ഞാൻ വിചാരിച്ചു നോണ്ടുന്ന ആരാണ് എന്ന് നോക്കിയപ്പോ അവന്റെ ഫാദറാ. വിട്ടു വിട്ടോ ചോദ്യം നിന്റെ ചാടിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു അവൻ പുറത്തുനിന്ന് ഇതാണ്. ഞങ്ങളും പതുക്കെ സിനിമ കാണാൻ പോണു. പിന്നെ നിങ്ങള് മറ്റേ അതുണ്ട്, കൈ കാശില്ലെങ്കിൽ ഞങ്ങൾ 3 ത്രിമൂർത്തികളെന്നാ ഈ ത്രിമൂർത്തികളും കൂടെ 3 കൂടെ അങ്ങോട്ട് ചെല്ലും. അപ്പൊ ഈ ടിക്കറ്റ് കയറാൻ നിൽക്കാവുണ്ടല്ലോ, ടിക്കറ്റ് കീറാൻ തുടങ്ങുന്നതിന് മുമ്പ് സോപ്പിട്ട് വെക്കും. എന്നിട്ട് ടിക്കറ്റ് കീറി ഓരോരുത്തരിങ്ങനെ കൊടുക്കുമല്ലോ, വിടുമല്ലോ. അപ്പൊ അതിനിടയിൽ കൂടെ നുഴഞ്ഞു കയറിയിട്ട് ഒരു 25 പൈസ കൊടുത്തിട്ട് നമ്മളകത്തേക്ക് പോകും. അപ്പൊ കീറിയതിന്റെ മുറിക്കണ്ട പുള്ളിയുടെ കയ്യിലുണ്ടല്ലോ, അത് നമ്മുടെ എത്തിരും. ചെക്കിങ് വന്നാലും അങ്ങനത്തെ ഉള്ള ഒരു കാലമാണ്. തിയേറ്ററും മാറി, ആളുകളും മാറി. ഇന്ന് അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യം പഴയ കാലത്തിന്റെ കാര്യങ്ങൾ. ആദ്യം കണ്ട സിനിമ എനിക്ക് തോന്നുന്നത് ഞാൻ പോയി ഇങ്ങനെ കാണാൻ പറ്റുന്ന സീത, ഉമ്മ അങ്ങനെയൊക്കെയുള്ള പടമാണ് ആദ്യകാലങ്ങളിൽ കാണുന്നത്. പിന്നെ ഖദീജ, അങ്ങനെ കുറെ പടങ്ങൾ കണ്ട് വന്നു. പിന്നെ കുറെ കാലം ഇങ്ങോട്ട് വന്നപ്പോ ഭാഗ്യവനില. പക്ഷേ ഇന്നത്തെ സിനിമ, എൻ്റെ അഭിപ്രായം, അവരുടെ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. ഇന്നത്തെ ഒരു സിനിമ, അന്നത്തെ ഒരു സിനിമയുടെ ഒരു സീനും ഒരു പാട്ടിനും ഉണ്ട് മജോട്ടി ഇന്നത്തെ ഒരു സിനിമയ്ക്ക് മൊത്തത്തിൽ കിട്ടുന്നില്ല. അന്നത്തെ സിനിമ നമ്മളിട്ട് കാണണം. ഇപ്പൊ പാർഗിനിലയെന്നും പറഞ്ഞൊരു പടം, അതിനകത്ത് അടൂർ പാസിയാണ് സിനിമയുടെ മധുവാണ് അഭിനയിക്കുന്നത്. മധുവിന്റെ ശിങ്കിടിയായിട്ട്. അപ്പൊ പൂച്ച കരഞ്ഞാലും പാസിക്ക് പേടിക്കുക, മനസ്സിലായി? അപ്പൊ പാസി ഇങ്ങനെ പറയുന്ന ആ ഡയലോഗ് ഭയങ്കരമായിട്ട്, സാറേ ഈ പൂച്ചയെ കൂട്ടൊന്ന് വിളിക്കുവോ, വരയ്ക്കുവോ, അങ്ങനെയൊക്കെയുള്ള നല്ല ഡയലോഗുകളും നല്ല പാട്ടുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ തീരെ കൊച്ചായിരുന്നപ്പോ ഇറങ്ങിയ ഒരു പടമാണ് നീലക്കുയിൽ. അത് പിൻകാലത്ത് കുറെ കാലം കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അതിനകത്തെ പാട്ടും എല്ലാം കൊള്ളാം, നല്ല രീതിയിലുള്ള പാട്ടുകളും. പാർക്കിംഗ് നിലയത്തിനകത്താണ്. പിന്നെ ബഹദൂറിന്റെ കണ്ടം വെച്ച് കൂട്ട്, നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. വെച്ചൊരു കൂട്ടാണ് കൂട്ടിലിരിക്കും